ആറ്റിങ്ങൽ ഫെഡറൽ കോളേജിലെ 9ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും हिंदी क्लासिलेके स्वागतम। आटिंगल में स्थित फेडरल कॉलेज के 9th क्लास में पढ़ने वाले सभी छात्रों को मैं इस हिंदी क्लास में स्वागत करता हूँ। लेसन नंबर 1 पाठ 1। पाठ का नाम है पुल बनी थी माँ। पुल बनी थी माँ श्री नरेंद्र पुंडरीक नामक कवि की कविता है यह। इसके द्वारा कवि कहना चाहते हैं कि माँ की ममता अपार है, उसकी गहराई को आंकना असंभव है। ഈ കവിത എഴുതിയത് നരേന്ദ്ര പുണ്ടരീക് എന്ന കവിയാണ്. ഈ കവിതയിൽ കൂടി അദ്ദേഹം പറയുവാൻ ആഗ്രഹിക്കുന്നത് അമ്മയുടെ സ്നേഹം വളരെ ഗഹനമാണെന്നാണ്. അതിൻ്റെ ആഴം അളക്കുക അസംഭവ്യമാണ്. ഒരു ചെറിയ കവിതാശകലത്തോടു കൂടിയാണ് കവിത ആരംഭിക്കുന്നത്. कविता की शुरुआत एक छोटी कविता के साथ होती है। कविता इस प्रकार है। मैया की आई वृद्धाश्रम से चिट्ठी, कैसे हो बेटा। मैया की आई वृद्धाश्रम से चिट्ठी, कैसे हो बेटा। इस कविता में प्यार की भावना भरी रहती है। അമ്മയുടെ കത്ത് വൃദ്ധാശ്രമത്തിൽ നിന്നുമാണ് വന്നത്. അത് നോക്കൂ, ഈ കവിതയിൽ സ്നേഹഭാവം നിറഞ്ഞു നിൽക്കുന്നു. इस प्रकार की छोटी कविता का नाम है हाइकू। इस प्रकार की छोटी कविता का नाम है हाइकू कविता। ഇപ്രകാരമുള്ള കവിതയെ ഹൈക്കു എന്നാണ് പറയാറുള്ളത്. इसमें गहरा अर्थ छिपा रहता है। ഇതിൽ ഈ കവിതയിൽ ഗഹനമായ അർത്ഥം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ജാപ്പാൻ നാമക് ഏക് ദേശ് ഹെ, ആപ്നെ സുനാ ഹോഗ. ജപ്പാൻ എന്നൊരു രാജ്യത്തെക്കുറിച്ച് താങ്കൾ കേട്ടിരിക്കുമല്ലോ. വഹാ ഇസി പ്രകാർ की कविता का प्रचलन ആനെ പ്രചാർ അധിക ഹെ. അവിടെ ഇപ്രകാരമുള്ള കവിത വളരെ പ്രചാരത്തിലുണ്ട്. आधुनिक काल में हिंदी साहित्य में भी इसका प्रचार हुआ पाया जाता है। ആധുനിക കാലത്ത് ഹിന്ദി സാഹിത്യത്തിലും ഇതിൻ്റെ പ്രചാരം കാണുന്നുണ്ട്. इस कविता में 3 चरण होते हैं. ഈ കവിതയിൽ 3 ചരണങ്ങൾ, അതായത് 3 വരികളാണുള്ളത്. പ്രഥമ ചരണ में 5 वर्ण होते हैं. ഒന്നാമത്തെ വരിയിൽ 5 വർണ്ണങ്ങൾ ഉണ്ടായിരിക്കും. दूसरे चरण में 7 वर्ण होते हैं. രണ്ടാമത്തെ ചരണത്തിൽ 7 വർണ്ണങ്ങൾ ഉണ്ടായിരിക്കും. വർണ്ണങ്ങളെന്ന് ഞാൻ പറഞ്ഞത് അക്ഷരങ്ങളെന്ന് മനസ്സിലാക്കുക. तीसरे चरण में 5 वर्ण होते हैं. വീണ്ടും മൂന്നാമത്തെ ചരണത്തിൽ 5 വർണ്ണങ്ങൾ ഉണ്ടാകും. അങ്ങനെ മൊത്തം 17 വർണ്ണങ്ങളാണ് ഈ കവിതയിൽ ഉള്ളത്. ഇപ്പോൾ ഹൈക്കു എന്ന കവിതയെക്കുറിച്ച് സാമാന്യമായ ഒരു ബോധം ഉണ്ടായി കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇനി ഈ കവിതയുടെ അർത്ഥത്തിലേക്ക് പോകാം. अब हम इस कविता के अर्थ की ओर ध्यान देंगे। माँ की चिट्ठी वृद्धाश्रम से आई। उसमें पूछा गया है कि बेटा क्या तुम सुखी हो। വൃദ്ധാശ്രമത്തിൽ നിന്നും അമ്മയുടെ കത്ത് വന്നു. മകനെ നിനക്ക് സുഖമല്ലേ എന്ന് അതിൽ കൂടി ചോദിച്ചിരിക്കുന്നു. इस प्रश्न से अपने बेटे के प्रति माँ की ममता साफ साफ प्रकट होती है. ഈ ചോദ്യത്തിൽ നിന്നും തൻ്റെ മകനോടുള്ള അമ്മയുടെ സ്നേഹം വ്യക്തമായി കാണുവാൻ കഴിയുന്നുണ്ട്. अब हम पाठ की ओर ध्यान देंगे. ഇനി പാഠത്തിലേക്ക് ശ്രദ്ധിക്കാം. पाठ के प्रथम 6 पंक्तियों पर ध्यान दीजिए. प्रथम 6 पंक्तियों पर ध्यान दीजिए. आद्यते 6 वरी नोकुക. बेटे कहते हैं कि माँ उनके बीच एक पुल के समान रहती थी. അമ്മ കുട്ടികൾക്കിടയിൽ ഒരു പാലം പോലെയാണ് വർത്തിച്ചിരുന്നത്. पुल का मतलब देखिए, 2 किनारों को जोड़ने का काम पुल करता है.
രണ്ട് കരകളെ തമ്മിൽ യോജിപ്പിക്കുന്ന വളരെ മഹത്തായ ഒരു കാര്യമാണ് ഇവിടെ പാലം ചെയ്യുന്നത്. ആരാം സേ ലോഗ് ആ ജാ സക്തേ ഹേ, സുഖമായി ആളുകൾക്ക് നടക്കാനും പോകാനും വരാനും കഴിയും. यहाँ भी भाइयों को जोड़ने और उनका जीवन सुखमय बनाने में माँ का बड़ा हाथ रहा. ഈ കവിതയിലും മക്കളുടെ ജീവിതം സുഖമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അമ്മ ഒരു പാലം പോലെ വർത്തിച്ചു. ഉൻകാ ജീവൻ एक रेलगाड़ी की तरह बिना किसी रुकावट के आगे चलता जा रहा था. അതായത് അവരുടെ ജീവിതം ഒരു തീവണ്ടി പോലെ എന്ന് പറഞ്ഞാൽ ഒരു തടസ്സവുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. रेलगाड़ी के आवागमन में हरी और लाल बत्ती का बड़ा महत्व होता है. ഇവിടെ കാണേണ്ടത് അറിയേണ്ടതും ഒരു തീവണ്ടി ഓടുന്നത് ചുവപ്പും പച്ചയും നിറമുള്ള ലൈറ്റിൻ്റെ സഹായത്തോടെയാണ് എന്ന് പറഞ്ഞാൽ അതാണ് അതിന് മുമ്പോട്ട് ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അർത്ഥം ആ ലൈറ്റ് നോക്കിയാണ് ഡ്രൈവർ വണ്ടിയെ മുന്നോട്ട് ഓടിക്കുന്നത്. लाल बत्ती देखने पर रेलगाड़ी रोकी जाती है, हरी बत्ती देखने पर गाड़ी आगे बढ़ जाती है. पाठ में बेटों का कहना है कि माँ के होने के कारण उनके जीवन में कोई रुकावट नहीं आती थी. മക്കൾ പറയുന്നത് അമ്മ ഇങ്ങനെ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവരുടെ ജീവിതമാകുന്ന വണ്ടിയുടെ ഓട്ടത്തിലും യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല എന്നാണ്. ഇനി രണ്ടാമത്തെ പദ്യം നോക്കുക. अब हम आगे की घटनाओं के बारे में देखेंगे. एक बहुत दुर्घटना हुई वहाँ पिताजी की मृत्यु के बाद. അച്ഛൻ്റെ മരണത്തിന് ശേഷം മാ ഹമേ സംഭാൽത്തി രഹി, അമ്മയാണ് ഞങ്ങളെ സംരക്ഷിച്ചിരുന്നത്. हमारे लिए वो एक पुल के समान रहती थी. धीरे धीरे हम समझने लगे कि माँ दुर्बल बलहीन होती जा रही है. ഒരു പാലം പോലെ വർത്തിച്ചിരുന്ന അമ്മ ഞങ്ങളെ എല്ലാ കാര്യങ്ങളിലും സഹായിച്ചിരുന്നു. എന്നാൽ ക്രമേണ ഒരു കാര്യം ഞങ്ങൾ മനസ്സിലാക്കി, അമ്മ ദുർബലയായിക്കൊണ്ടിരിക്കുന്നു, ബലഹീനയായിക്കൊണ്ടിരിക്കുന്നു. ഹമേ മാലൂം ഹോ ഗയാ कि अब माँ बूढ़ी हो रही है, അമ്മ വൃദ്ധയായിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഉൻകി ആവാസ് അബ് ദുർബല ഹോനെ ലഗി ധി, അമ്മയുടെ ശബ്ദം ദുർബലമായി ബലഹീനമായി. മറ്റൊന്ന്, ഏക് ഹി ബാത് കോ ബാർ ബാർ കഹനെ കി ആദത്ത് സേ ഹം സമझ ഗയേ കി മാ പൂരി തറ ബൂഢി ഹോ ഗയി ഹെ. ഒരേ കാര്യം തന്നെ പല പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നതിൽ നിന്നും ഞങ്ങൾ മനസ്സിലാക്കി അമ്മ വയസ്സായി കഴിഞ്ഞിരിക്കുന്നു എന്ന്. ഇനി മൂന്നാമത്തെ പദ്യം നോക്കാം. പഹലെ മാ ഹമാരെ ഹാത്ത് പകഡ്കർ ചൽത്തി ധി. പഹലെ മാ ഹമാരെ ഹാത്ത് പകഡ്കർ ചൽത്തി ധി, ഹമാരെ ലിയെ സഹാര ബൻകർ മാ രഹത്തി ധി. അമ്മ ഞങ്ങളുടെ കൈപിടിച്ച് നടത്തിയിരുന്നു. ആദ്യകാലങ്ങളിൽ ഞങ്ങൾക്ക് എല്ലാ സഹായവും സഹാര ആശ്രയവും തന്നത് അമ്മയാണ്. വഹുമ, ആ അമ്മ അബ് ബൂഢി ഹോനേക്ക് കാരണം ഹമാരെ കന്ധോമ്മയാകി. വയസ്സായപ്പോൾ അവർ ഞങ്ങളുടെ തോളിലായി, ഞങ്ങളുടെ ആശ്രയത്തിലായി. മാക്ക പാലൻ പോഷൻ ഹമാര കർത്തവ്യ ഹോ ഗയ. ഇപ്പോൾ അമ്മയെ ശുശ്രൂഷിക്കേണ്ട ജോലി ഞങ്ങളുടേതായി. समय के चलते चलते हमारे सशक्त कंधों के लिए माँ भार बन गया. കാലം കഴിഞ്ഞതോടുകൂടി ഞങ്ങളുടെ സശക്തമായ ശക്തിയേറിയ തോളുകൾക്ക് അമ്മ ഒരു ഭാരമാണോ എന്ന് ഞങ്ങൾക്ക് തോന്നി തുടങ്ങി. ബെട്ടോങ്ക ഉത്തരദായിത്വം ബടുത്താകയ, മക്കളുടെ ഉത്തരവാദിത്വവും കൂടിക്കൂടി വന്നു, വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. जब तक माँ जीवित थी तब तक हम बेटों ने उनका പാലൻ ഠീക് പ്രകാർ കിയ. അമ്മ ജീവിച്ചിരുന്ന അത്രയും കാലം ഞങ്ങൾ കഴിവിൻ്റെ പരമാവധി അമ്മയെ പരിപാലിച്ചുകൊണ്ടേയിരുന്നു. ധീരെ ധീരെ अपने को संतान के लिए भार समझकर माँ हमेशा के लिए हमारे कंधों से उतर गई. ക്രമേണ
അമ്മ ഞങ്ങൾക്കൊരു ഭാരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അമ്മ തന്നെ ഞങ്ങളുടെ തോളിൽ നിന്നും താഴെ ഇറങ്ങി. അതായത് മാँ की मृत्यु हो गई, അമ്മ മരിച്ചു. മാँ के मरने के बाद हम दुर्बल होने लगे. എന്നാൽ അമ്മ മരിച്ചതോടുകൂടി ഞങ്ങൾ ദുർബലരായി കഴിഞ്ഞു. ബേസഹാരെ ഹോ ഗയേ, ഒരു നിരാശ്രയരായി തീർന്നു. हमारे जीवन में माँ की ममता और उसका महत्व हम इस पाठ से समझ सकते हैं. ഈ പാഠത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണ്? നമ്മുടെ ജീവിതത്തിൽ അമ്മയ്ക്കും ഒരു വലിയ സ്ഥാനമുണ്ട്, മഹത്വമുണ്ട് എന്നതാണ്. ഈ പാഠത്തിൽ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ ഉത്തരങ്ങൾ ഇതിനോടൊപ്പം തരുന്നതാണ്.